ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് കാറ്റ്സ് ക്ലോൻ്റെ ഒരു പുതിയ നല്ലൊരു കാഴ്ചയിലേക്കാണ് പോണത്. അപ്പോൾ ഈ ചെടിയുടെ പേരാണ് കാറ്റ്സ് ക്ലോ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല മഞ്ഞ പുതപ്പ് പോലെ ഇങ്ങനെ പരവതാനി വിരിച്ച് കിടക്കുകയാണ്. നല്ല ഭംഗിയിൽ നമുക്ക് കാണാൻ കാഴ്ച ഇമ്പമുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഈ ഒരു ചെടി നമുക്ക് സമ്മാനിക്കുന്നത്. ഇത് പടർന്ന് പന്തലിച്ച് ഇങ്ങനെ പോണ ഒരു ചെടിയാണ്. അതിനെ നമുക്ക് ഏത് ഭംഗിയിൽ എങ്ങനെ വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാൻ പറ്റിയ ഒരു ചെടിയാണ് ഇത്. മതിലുമ്മ ഇങ്ങനെ തൂക്കിയിട്ട് വളർത്തുന്നവരുണ്ട്. വലിയ മരത്തിൽ കയറി പടർന്ന് പിടിച്ച് വലിയൊരു കാവടി പോലെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. നല്ല ഭംഗിയാണ് ഇത്. അപ്പം നമുക്കിത് കാണുമ്പോൾ തോന്നും ഇതിൽ പാമ്പ് വരുമോ എന്നൊക്കെ. പക്ഷെ ഇതിൽ പാമ്പൊന്നും കയറാതെ സംരക്ഷിക്കാനുള്ള കഴിവ് ദൈവം ആ ചെടിക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് കാറ്റ്സ് ക്ലോ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അത് ഇലയുടെ അടിയിൽ താഴെയായിട്ട് ഒരു നമ്മുടെ പൂച്ചയുടെയൊക്കെ കാലിൻ്റെ നഖം ഉള്ള പോലെ തന്നെയാണ് അതിൻ്റെ ഓരോ ഇതളിലുള്ളത്. അപ്പോൾ അതിന് പിടിച്ച് കയറി പോകാനുള്ള ഒരു കഴിവും ആ ഒരു ചെടിക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പിടിച്ച് പൂച്ച പോണ പോലെ തന്നെ പോയി എല്ലായിടത്തും കയറി പിടിച്ച് നിൽക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഈ മുള്ളുള്ളത് കൊണ്ട് തന്നെ ഇതിൽ പാമ്പൊന്നും വരില്ല. അപ്പോൾ നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇതിങ്ങനെ പടർത്തി പന്തലിച്ച് വളർത്താൻ പറ്റിയൊരു ചെടിയാണ്. പിന്നെ ഇതിനധികം തന്നെ നമുക്ക് മെയിൻ്റനൻസ് വരുന്നില്ല. അധികം വളം ഇട്ട് കൊടുക്കണ്ട. നമ്മളിങ്ങനെ വെട്ടി വൃത്തിയാക്കി നിർത്തുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ കൊണ്ടുപോകാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് ഇത്. വേറെ ഇതിനായിട്ട് കുറേ വളത്തിൻ്റെ ആവശ്യമില്ല. പരിചരണം കുറവാണ്. പക്ഷേ ഇത് കാണാനാണെങ്കിലോ നല്ലൊരു അനുഭവം തന്നെയാണ്. നമുക്ക് എവിടെയോ ഏതോ ഒരു ലോകത്ത് നിൽക്കുന്ന പോലെയാണ് തോന്നുക. ഇതിപ്പോൾ ഇങ്ങനെ തനിയെ പടർന്ന് പന്തലിച്ച് കട്ട കുത്തി നിൽക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മതിലൊന്നും നമുക്ക് കാണണേ ഇല്ല. അത്രയധികം പൂക്കളാണ് അതിൽ നിറഞ്ഞിട്ടുള്ളത്. നല്ലൊരു കാഴ്ചയല്ലേ ഇത്. അപ്പോൾ ഇത് പിടിപ്പിക്കുകയാണെങ്കിലും ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന് നമുക്ക് കമ്പ് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതുമ്പോൾ തന്നെ അതിൻ്റെ വേരുകളോട് കൂടിയിട്ടുള്ള കമ്പുകളുണ്ട്. അപ്പോൾ ആ വേരുള്ള ഭാഗം നോക്കിയിട്ട് നമ്മൾ പിടിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് പിടിച്ച് കിട്ടും. അപ്പോൾ പിടിച്ച് വരാൻ ഇത്തിരി സമയമെടുക്കും. പിടിച്ച് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടരാൻ എളുപ്പമാണ്. പക്ഷെ പിടിക്കാനൊരു സമയം വേണ്ടി വരുമെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. ഇതിപ്പോൾ മതിലൊന്നും കാണണില്ല. അത്ര അധികം മതിലിൻ്റെ ചുറ്റും ഇങ്ങനെ മൂടി കിടക്കുകയാണ്. വേറെ ഒന്നും വേണ്ട ചെടികളായിട്ട്. നമുക്ക് എത്ര ഇഷ്ടമില്ലാത്ത ആൾക്കാർ പോലും ചെടിയെ സ്നേഹിക്കാത്തത് ഇഷ്ടപ്പെടാത്തതൊക്കെ കുറേ പേരൊക്കെ ഉണ്ട് നമ്മുടെ അറിവിൽ. അപ്പം അങ്ങനെയുള്ളവർ പോലും ഇത് നോക്കി നിന്നു പോകുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും വണ്ടി നിർത്തി ഫോട്ടോ എടുക്കലും നമുക്കത് ആസ്വദിക്കാലും ഒക്കെ ചെയ്യും. അത്രയും നമുക്ക് കാഴ്ചയ്ക്ക് ഇമ്പമുള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇത് കുറച്ചിങ്ങനെ കാട് പോലെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് അപകടങ്ങൾ എന്തെങ്കിലും സംഭവിക്കുമെന്നൊക്കെ. പക്ഷേ ഇത് വളർത്തുന്നവർ പറയണത് യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടില്ലാത്തൊരു ചെടിയാണ് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, വേരുള്ള ഭാഗം നോക്കി നടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് നല്ല വേഗം പിടിപ്പിക്കാൻ പറ്റും. ഇതിപ്പോൾ 3 വർഷമായിട്ടുള്ള ഒരു പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഇതൊരു ചെറിയ കഷ്ണം മതി. പിന്നീട് അങ്ങോട്ട് പെട്ടെന്ന് വളർന്ന് നമുക്ക് നല്ലൊരു പൂന്തോട്ടം തന്നെയായിട്ട് കാണാൻ പറ്റും. വർഷത്തിൽ 2 പ്രാവശ്യമാണ് ഇത് പൂക്കുക. നല്ല വെയിലൊക്കെ ഉള്ള ഒരു സമയം നോക്കിയിട്ട് 2 വർഷമാണ് പൂക്കുക. ഒരു 5-6 ദിവസം ഒരു പൂവ് ഇതിൽ ഒരു കേടും ഇല്ലാതെ നിൽക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് എന്തായാലും ഒരു 1-1.5 മാസം ഈ പൂക്കൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. കാണാൻ നല്ല ഭംഗിയായിട്ട്. ഇതിപ്പോൾ നമുക്ക് വെട്ടി നിർത്തുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ ഇങ്ങനെ സമമായിട്ട് ഒരുമിച്ചൊക്കെ വളർത്താനും ഭംഗി തന്നെയാണ്. കാണാൻ നല്ലൊരു കാഴ്ച തന്നെയായിരുന്നു. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം പോയി പൊട്ടിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ തോന്നുന്ന ഒരു
പ്രത്യേക ഒരു ഫീല് തന്നെയായിരുന്നു കേട്ടോ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റണില്ല. ഒരുപാട് എന്താ പറയുക, ചിത്രശലഭങ്ങൾ, തേന് ശേഖരിക്കാനുള്ള തേനീച്ചകൾ എല്ലാവരും നല്ല ആഘോഷത്തിൽ ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വസന്തകാലം. അത്രയധികം നല്ല ഭംഗിയിൽ നിൽക്കുകയാണ്. ഒരു ചെറിയൊരു കമ്പുമ്മ തന്നെ ഒരു കൊല കുത്തിയിട്ടുള്ള ഒരു പൂക്കളാണ് അത്. ഇലകളേക്കാൾ കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് പൂക്കൾ തന്നെയാണ്. നമുക്ക് നല്ലൊരു കാഴ്ചയാണ്. അപ്പം ഇതുപോലെ ചെടികളെ സ്നേഹിക്കുന്നവരൊക്കെ ഉണ്ടാവും ഒരുപാട്. അപ്പോൾ ഇനിയും നല്ല നല്ല ചെടികളും ഗാർഡനും ഒക്കെ ആയിട്ട് ഞാൻ ഇനിയും വരും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല നല്ല ചെടികളും ചെടിത്തോട്ടങ്ങളുമായിട്ട് ഞാൻ ഇനിയും വരും. നല്ല കാഴ്ചകൾ സമ്മാനിക്കാൻ എനിക്ക് പറ്റട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.